Okay, next topic is cost of previous owner. In the following cases, cost to the previous owner shall be deemed to be cost of acquisition. First one, total partition of HUF or under a gift or will by succession or inheritance, on liquidation of a company, on transfer by a subsidiary company to holding company or by holding company to a subsidiary company, on amalgamation, where a member convert his self-acquired property to the property of HUF, on succession of a sole proprietary concerned by a company. ഓക്കെ, ഈ പറയുന്ന കേസുകളിൽ എന്താണ് കോസ്റ്റ് ഓഫ് പ്രീവിയസ് ഓണേഴ്സ്, അതായത് അവരുടെ ആ അക്വിസിഷൻ്റെ സമയത്തുള്ള കോസ്റ്റ് തന്നെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് ആരുടെ കൈ കിട്ടുന്നോ ആ ടൈമിലും അയാൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്തും അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ടോട്ടൽ പാർട്ടീഷൻ HUFൻ്റെ പാർട്ടീഷൻ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കിട്ടിയതോ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സക്സഷൻ ഓർ ഇൻഹെറിറ്റൻസ് എന്തെങ്കിലും അവകാശമായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി, അതുപോലെ തന്നെ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ അല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി HUFൻ്റെ പ്രോപ്പർട്ടിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവകാശമായിട്ട് സോൾ പ്രോപ്പർട്ടി കൺസേൺസ് കമ്പനിയിലേക്ക് കൊടുക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കേസുകൾ വരികയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് തന്നെയായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ശോഭ അക്വയർഡ് ജ്വല്ലറി ഇൻ 2004-2005 for ₹5 lakh. She gifted the jewelry to her son in May 2006. Her son sold the jewelry in January 2020 for ₹23 lakh. Compute capital gain if CII in 2004-05 is 113. ഓക്കെ, ഇവിടെ ശോഭ ഒരു ജ്വല്ലറി പർച്ചേസ് ചെയ്തായിരുന്നു 2004-05. അത് കഴിഞ്ഞിട്ട് ശോഭ എന്ത് ചെയ്തു, സണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ കോസ്റ്റ് ഓഫ് പ്രീവിയസ് ഓണേഴ്സിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണേഴ്സിൻ്റെ കോസ്റ്റ് തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം 2006 കൊടുത്തത്, ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സോൾഡ് ചെയ്തതെന്ന് 23 ലാക്കിലാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ത് കൊടുക്കുക, നെറ്റ് കൺസിഡറേഷൻ 23 lakh ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അവിടെ സണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഡേറ്റ് അല്ല നോക്കുന്നത്, ഓൾറെഡി അക്വയർ ചെയ്ത ഡേറ്റാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 2004-2005 ആണ് നോക്കുക. ആ കോസ്റ്റും ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം 5 lakh ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ പർച്ചേസ് ചെയ്ത ഏതാണെന്നാണ് 2004-05. അപ്പോൾ അതിൻ്റെ CII എടുക്കുക. അപ്പോൾ 113. അപ്പോൾ 12,78,761. അപ്പം 23 ലാക്കിൽ നിന്ന് 12,78,761 മൈനസ് ചെയ്താൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,21,200. Next one is cost of improvement before 1/4/2001. Any cost of improvement incurred before 1/4/2001 by the assessee shall be ignored while computing capital gain. Okay, നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ബിഫോർ 1/4/2001 പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ കോസ്റ്റോ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വിച്ച് അവർ ഈസ് ഹയർ ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ 1/4/2001 മുമ്പായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ പ്രോപ്പർട്ടിനുള്ളിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷനിൽ കാണിക്കില്ല, കൂട്ടൂല എന്നാണ് പറയുന്നത്. ആ കാൽക്കുലേഷൻ അവിടെ കട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ജോസ് പർച്ചേസ് ഹൗസ് പ്രോപ്പർട്ടി ഓൺ 1st September 1998 for ₹8,10,000. The fair market value of the property on 1/4/2001 was ₹10,20,000. He incurred the following expenses. First one, construction of a house in July 1999, 10,000. Renewal in July 2003, 3,92,000. He sold house in February 2020 for ₹32 lakh. Compute capital gain. CII 2003-2004 109.
ഓക്കെ, ഇവിടെ ഒരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത എന്നാണ് പർച്ചേസ് ചെയ്തത്? 1998 പർച്ചേസ് ചെയ്തത്. അപ്പം അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ബിഫോർ 1/4/2001 എത്രയാണ്? ആ കോസ്റ്റോ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ഷുഡ് ബി ടേക്കൺ. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന എക്സ്പെൻസുകൾ, എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രോപ്പർട്ടീന് മുകളിലായിട്ട് പിന്നെ ഒരു റൂം കൂടെ കൺസ്ട്രക്ട് ചെയ്തു, പിന്നെ റിന്യൂവൽ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ റൂം ജൂലൈ 1999 നടന്നത്. അപ്പം 1/4/2001 മുമ്പായിട്ട് എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കാൽക്കുലേഷനിൽ കൂട്ടില്ല? ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷനിൽ ഇത് കാണിക്കില്ല. അപ്പം കൺസ്ട്രക്ഷൻ ഓഫ് റൂം ഇൻ ജൂലൈ 1999 അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കില്ല. ഇനി സെക്കൻഡ് വൺ, റിന്യൂവൽ ഇൻ ജൂലൈ 2003 3,92,000. ഓക്കെ, 2003 ആണ്. 2003 ആയതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ജൂലൈ 2003 അല്ലേ, അത് നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കും. പിന്നെ പറഞ്ഞേക്കുന്നത് നെറ്റ് കൺസിഡറേഷനും അല്ലെങ്കിൽ സെയിൽസ് കൺസിഡറേഷനും. ഓക്കെ, ഹെഡിങ് കൊടുക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്കറിയാം നെറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ സെയിൽസ് കൺസിഡറേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. മൈനസ് സെല്ലിംഗ് എക്സ്പെൻസുകൾ ഉണ്ട്, പക്ഷേ ഇവിടെ എക്സ്പെൻസുകളൊന്നും സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക 32 lakh മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ എത്രയാണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ നോക്കേണ്ടത് ഒരു പ്രത്യേകതയുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നടന്നത് 1/4/2001 മുമ്പായിട്ടാണ്, അതായത് 1998 നടന്നത്. അപ്പം നമ്മൾ ആ കോസ്റ്റോ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ ഷുഡ് ബി ടേക്കൺ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഏതാണ് ഹയർ? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 ആണ് ഹയർ. അപ്പോൾ 10,20,000 ഇൻറ്റു CI ഓഫ് ദി ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ CI ഓഫ് ദി ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് പർച്ചേസ്ഡ് അല്ലേ. അപ്പം 289 ഡിവൈഡഡ് ബൈ 100. അപ്പം നമുക്ക് കിട്ടും 29,47,800. എന്തെങ്കിലും ഇത് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടായിരിക്കും ഔട്ടർ കോളത്തിൽ എഴുതുക. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ഇവിടെ എന്ത് വരുന്നുണ്ട്? 1999 വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ കാൽക്കുലേഷനിൽ കൂട്ടില്ല. നെക്സ്റ്റ് വൺ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് പിന്നെ എന്ത് വരും? 3,92,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 109. 10,39,340 വരും. ഇത് കൂടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ എഴുതുമ്പോൾ 39,87,140 വരും. അപ്പോൾ 32 lakhൽ നിന്ന് 39,87,140 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിരിക്കും വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സെയിൽ ഓഫ് ഷെയർസ്. വെൻ ലിസ്റ്റഡ് ഷെയർസ് ഓർ യൂണിറ്റ് ഓഫ് ആൻ യൂണിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് or a zero coupon bonds are sold after holding them more than 12 months, the result is long-term capital gain. When the transfer of shares of a company is less than fair market value of such share, the fair market value is deemed to be full value of consideration. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലിസ്റ്റ് ഷെയർസ് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോൺസുകൾ നമ്മൾ 12 മാസം ഹോൾഡ് ചെയ്തിട്ട് മോർ ദാൻ 12 months ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയർസ് വിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ഓൾറെഡി അറിയാം, അത് ലോങ് ടേം ക്യാപിറ്റൽ ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവാണ് ആ ഷെയർസിൻ്റെ വാല്യൂ എങ്കിൽ ആ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർസ് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർസ് ആഫ്റ്റർ 1/4/1981 എന്ന് പറയുന്നത് എന്താണ്? നില്ലാന്നാണ് പറയുന്നത്. അതായത് 1981 ശേഷമുള്ള ബോണസ് ഷെയർസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നില്ലാന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ അക്ബർ അക്വയർഡ് 3,000 registered shares of a company on 1/4/2001 at a cost of ₹15 per share. In February 2002, the company made a bonus issue of 1 shares for every 3 shares held. In March 2006, the company made a further bonus issue of 2 shares for every 5 shares held. In January 2020, he sold all the shares for ₹28 per share and paid
brokerage of rupees 1 per share. Compute capital gain. CII 2001-2002 assuming that the sale is not made through a recognized stock exchange. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ആണോ സെയിൽ നടത്തിയെങ്കിൽ അതിന് വേറെ ഫോർമാറ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ അല്ലെങ്കിലാണ് നമ്മൾ ഈ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ അല്ല സെയിൽ നടത്തിയതാണ്. അപ്പം നമുക്ക് കാൽക്കുലേഷൻ നടത്തുന്നത് സാധാ പോലെ തന്നെയാണ്. ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഷെയർസ് ആണ്. ഓക്കെ, സോൾഡ് ചെയ്ത എത്ര ഷെയർസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാ ഷെയർസും ഇൻക്ലൂഡിങ് ബോണ്ട് ഷെയർസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എല്ലാ ഷെയർസും വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ടോട്ടൽ ഷെയർസ് ആണ് ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, നെറ്റ് കൺസിഡറേഷൻ ഓഫ് 5600 ഷെയർസ്. ഓക്കെ, ഈ 5600 ഷെയർസ് എങ്ങനെയാണ് കിട്ടിയതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, 2001 എത്ര ഷെയർസാണ് അക്വയർ ചെയ്തത്? 3000 ഷെയർസാണ് നമ്മൾ അക്വയർ ചെയ്തത്. ഓക്കെ, വർക്കിംഗ് നോട്ടാണ് നമ്മൾ അക്വയർ ചെയ്തത്. ഓക്കെ, വർക്കിംഗ് നോട്ടിൽ നോക്കുക, 3000 ഷെയർസാണ് അക്വയർ ചെയ്തത്. ഇപ്പോൾ 2002 ഓക്കെ 2002 എന്താണ് പറഞ്ഞേക്കുന്നത്? 2002 കമ്പനി മെയ്ഡ് എ ബോണസ് ഇഷ്യൂ ഓഫ് 1 ഷെയർസ് ഫോർ എവരി 3 ഷെയർസ് ഹെൽഡ്. അതായത് ഒരു ഷെയർ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഷെയർസ് ഉണ്ടാകെ? 3000 ഷെയർസ് ആണല്ലേ. അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 3000 ഡിവൈഡ് ബൈ 3 ഇൻറ്റു എത്ര ഷെയർസ് ആണ്? 3 ഷെയർസ് വരുമ്പോൾ അവിടെ ഒരു ഷെയർ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1000 ഷെയർസ്. ഓക്കെ, അപ്പം 1000 ബോണ്ട് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത് 2002. ഓക്കെ, 2006 നോക്കുക, കമ്പനി മെയ്ഡ് എ ഫർദർ ബോണസ് ഇഷ്യൂ ഓഫ് 2 ഷെയർസ് ഫോർ എവരി 5 ഷെയർസ് ഹെഡ്. ഓക്കെ, അപ്പം അത്രയും ഇഷ്യൂ ചെയ്ത ഷെയർസ്, അതായത് ടോട്ടൽ ഷെയർസ് അപ്പോൾ എത്രയായി? 3000 പ്ലസ് 1000 ആയി. എത്രയായി? 4000 ആയി. ഓക്കെ, അപ്പം 4000 ഡിവൈഡഡ് ബൈ 4005 ഇൻറ്റു 2. ഓക്കെ, 5 ഷെയർസ് ഹെൽഡ് ചെയ്തതിന് 2 ഷെയർസ് വെച്ചാണെന്ന് പറയുന്നത്. അപ്പം 4000 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു എത്ര വരും? 1600. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ എത്രയായി? 3000 പ്ലസ് 1000 പ്ലസ് 1600 ഇസ് ഈക്വൽ ടു 5600. അപ്പം അത്രയും ഷെയർസ് എന്ത് ചെയ്തു? വിറ്റു എന്നാണ് പറഞ്ഞത്, സെയിൽ നടത്തി. അപ്പം എത്ര രൂപയ്ക്കാണ് സെയിൽ നടത്തിയത്? 28 രൂപയ്ക്കാണ് സെയിൽ നടത്തിയത്. അപ്പം നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5000 ഷെയർസ്, 5600 ഇൻറ്റു 28 നമുക്ക് എത്ര വരും? 1,56,800. ഓക്കെ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സെയിൽസ് എക്സ്പെൻസസ് ആയിട്ട് ബ്രോക്കറേജ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെയിൽസ് എക്സ്പെൻസ് ആയിട്ട് ബ്രോക്കറേജ് പറഞ്ഞതുകൊണ്ട് അവിടെ എത്ര വരുന്നുണ്ട്? 5600 ഇൻറ്റു 1 5600 ഇസ്. അതുകൊണ്ട് 1,56,800 ഇന്ന് 5600 കുറച്ച് കഴിഞ്ഞാൽ 1,51,200 ആയിരിക്കും നെറ്റ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത്. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, എത്ര ഷെയർസ് ആണ് നമ്മൾ മേടിച്ചതാകെ? ബാക്കിയൊക്കെ ഇഷ്യൂ ആണ് ചെയ്തത്. ആകെ എത്രയാണ്? ആദ്യം നമ്മൾ ഷെയർസ് എത്ര കോസ്റ്റാണ് വരുന്നത്? എത്ര ഷെയർസ് ആണ് അക്വയർ ചെയ്തത്? 3000 ഷെയർസ് ആണ് അക്വയർ ചെയ്തത്. 15 രൂപീസിനാണ്. അപ്പം 3000 ഇൻറ്റു 15 45,000 വരും. അതിന് ഇൻഡെക്സ് ചെയ്യുമ്പോൾ 45,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ ഏത് വർഷമാണ് അക്വയർ ചെയ്ത് നോക്കുക? 2001 അപ്പം ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1,30,050. അപ്പോൾ 1,51,200 നിന്ന് 1,30,050 കുറച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 21,100.